ഞാൻ ചെന്നതിന്റെ പിറ്റേ ദിവസം മുതൽ ഞാൻ ആ പിറ്റേ ദിവസം എന്തോ സെക്രട്ടറിക്ക് അയച്ചൊരു മെസ്സേജ് ഉണ്ട്, ഇയാൾ എന്നോട് അമ്മായിയമ്മയെ പോലെയാണ് പെരുമാറുന്നതെന്ന് പറഞ്ഞ് അയച്ച മെസ്സേജൊക്കെ എൻ്റെ കയ്യിൽ തെളിവായിട്ടുണ്ട്. അപ്പോൾ അന്ന് തൊട്ടേ പ്രശ്നങ്ങളാണ്. എന്തെങ്കിലുമൊക്കെ കുറ്റം കണ്ടുപിടിക്കുക, പറയുക, വെറുതെ വഴക്കുണ്ടാക്കുക, ആരും ഇല്ലെങ്കിലും ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ്. ഒന്നുകിൽ അയാളുടെ ആരെങ്കിലും വരാൻ ഇരുന്നിട്ടുണ്ടാവണം. അതിപ്പോൾ ഞാൻ ചെന്നത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകത്തില്ല, അത്രേ ഉള്ളൂ. പിറകെ എന്നെ ജീവിക്കാൻ സമ്മതിക്കാത്ത വിധത്തിൽ വീണ്ടും പരാതികൾ വരുമ്പം ഞാൻ തന്നെ സംസാരിക്കണമല്ലോ, ഞാൻ നടിയല്ലല്ലോ. എന്നെ മോശം പ്രശ്നങ്ങൾ ഓടി മനസ്സിലാവും. ഇത് ഉണ്ണീശോപാലിൻ്റെ കുറേ പ്രവൃത്തികൾ ഞാൻ ആദ്യം കൊടുത്ത 2 കംപ്ലൈൻറ്റ്, ഇന്റേണലി കൊടുത്ത 2 കംപ്ലൈൻറ്റിലും ഇയാൾ എന്നോട് മോശമായി പെരുമാറുന്ന കാര്യങ്ങൾ പരാമർശിച്ചാണല്ലോ ഞാൻ കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഈ രാത്രിയിൽ അയക്കുന്ന മെസ്സേജുകളും ജോലി സംബന്ധമായിട്ട് എന്നെ പാതിരാത്രിയൊക്കെ പണിയെടുപ്പിക്കുന്നതിനുള്ള തെളിവ് സഹിതമാണ് വിളിച്ചവർ നോക്കിയിട്ടാണ് എൻ്റെ ഈ നടപടി റദ്ദാക്കിക്കൊണ്ട് അവർ പ്രസ് മീറ്റ് വെച്ചത്. ഞാൻ കമ്മീഷണർക്ക് കൊടുത്ത പരാതിയിൽ എനിക്കെതിരെ അവിടെ നടന്ന ഗൂഢാലോചനകൾ, എന്നെ ടെർമിനേറ്റ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് കുക്കു പരമേശ്വരനും ഉണ്ണി ശിവപാലും മീനാ കുറുപ്പും ചേർന്നുണ്ടാക്കിയ ഒരു വലിയൊരു സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ വോയിസ് എനിക്ക് സെക്യൂരിറ്റി എന്നെ വിളിച്ചിട്ട് ഇന്ന കാര്യങ്ങൾ പറയാൻ അയാളെ ഏൽപ്പിച്ചു എന്ന് പറയുന്ന വോയിസ് ക്ലിപ്പ് ഉൾപ്പെടെ ആണ് ഞാൻ പരാതി കൊടുത്തിട്ടുള്ളത്. അപ്പം ഞാൻ ഈ തൊഴിൽ പീഡന പരാതി കൊടുത്തതിൻ്റെ പിന്നാലെ മീനാ കുറുപ്പ് ഇതിന് മുന്നേ ഒരു ഓഡിയോ പുറത്തായിട്ടുണ്ടായിരുന്നു. അത് ഇവരുടെ കമ്മിറ്റിയിൽ നിന്ന് തന്നെ പുറത്തായിട്ടുള്ളൊരു ഓഡിയോ ആണ്. അത് ഞാൻ തെളിവായിട്ട് കമ്മിറ്റിയിൽ ഏൽപ്പിച്ച ഒരു ഓഡിയോ പുറത്ത് വന്നിട്ടുണ്ട്. നീനാക്കുറുപ്പ് എന്നോട് സംസാരിച്ചിട്ട് ഞാൻ വിക്ടിം ഗെയിമായിരുന്നു കളിക്കേണ്ടിയിരുന്നത്, അപ്പം ഞാൻ ലക്ഷ്മിപ്രിയ ചീത്ത വിളിച്ചപ്പോൾ ഞാൻ അതായിരുന്നു മോളെ ചെയ്തത് എന്നൊക്കെ പറയുന്നൊരു ഓഡിയോ ആണ്. അതുപോലെ മാധ്യമങ്ങളോട് സംസാരിച്ചതിന് ഒരുത്തനുമായിട്ട് ബന്ധമുണ്ടാക്കിയിട്ട് നാളെ വെർജിനാണെന്ന് പറഞ്ഞാൽ മതിയോ എന്നൊക്കെ ചോദിക്കുന്നൊരു ഓഡിയോ. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് ഞാൻ കമ്മീഷണർക്ക് പരാതി കൊടുത്തിട്ടുള്ളത്. രണ്ടാമത് ജോലിയിൽ പ്രവേശിച്ച ശേഷമാണ് നീനാക്കുറുപ്പ് ഇത്തരത്തിലൊരു പരാതിയായിട്ട് പോയിട്ടുള്ളത്. ജോലിയിൽ പ്രവേശിച്ചെന്ന് പറയാൻ പറ്റത്തില്ല, അവരത് റിവോക്ക് ചെയ്തു എന്ന് ന്യൂസ് പറഞ്ഞു. അതിനുശേഷം വീട്ടിൽ വർക്ക് ഫ്രം ഹോം എന്നുള്ള രീതിയിൽ ഇരുന്നാൽ മതി, കുക്കു പരമേശ്വരനൊക്കെ ഇവിടെ ഉള്ളിടത്തോളം കാലം അവിടെ ഓഫീസിൽ സേഫ് അല്ല എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടാണ് ഞാൻ വീട്ടിലിരിക്കുന്നത്. അപ്പം എന്തെങ്കിലും അത്യാവശ്യം കമ്മ്യൂണിക്കേഷനും ഓഫീസിലേക്ക് ആവശ്യമായ നമ്പറുകളോ അങ്ങനെ എന്തെങ്കിലും ആവശ്യമുള്ളപ്പോൾ വിളിച്ച് ചോദിക്കുന്ന അല്ലാതെ പ്രത്യേകിച്ച് ജോലികളൊന്നും ഇല്ല നിലവിൽ. അതൊരു വലിയ കഥയാണ്, അത് ഞാൻ ഓഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അയാളും തൊഴിൽ പീഡന പരാതി കമ്മിറ്റിക്ക് അകത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കൊടുത്ത പരാതി ഉണ്ണിയെ രക്ഷിക്കാൻ, അത് ഓഡിയോയിൽ പറയുന്നുണ്ട്, ഉണ്ണിയെ രക്ഷിക്കാൻ വേണ്ടി മുഹമ്മദ് ഞങ്ങളുടെ കൂടെ നിൽക്കണം എന്ന് കുക്കു പരമേശ്വരൻ ഇയാളോട് ആവശ്യപ്പെടുകയും ഞാൻ അയാളെ ഒരു ഹണി ട്രാപ്പിൽ പെടുത്തി എന്ന് അയാൾ പറയണമെന്ന് അയാൾക്ക് ട്രെയിനിങ് കൊടുക്കുകയും ഒക്കെയാണ് ചെയ്തത്. അപ്പം ഞാൻ വൈകുന്നേരം ഓഫീസിൽ നിന്ന് പോയ ശേഷം ഇയാളെ മുകളിൽ ഇവരുടെ ക്യാബിനിലേക്ക് വിളിച്ചിട്ട് ഡെയിലി ഇതെങ്ങനെ മുഹമ്മദ് ഇത് പ്രസന്റ് ചെയ്യണം എന്നുള്ളതിനുള്ള ട്രെയിനിങ്ങും കൂടി അയാൾക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ തന്നെ പറയാം. അതെ. അതിനകത്ത് നീനാക്കുറുപ്പ് ഉണ്ടെന്ന് എനിക്ക് ബോധ്യപ്പെടാൻ കാരണം ഈ കമ്മിറ്റിക്ക് ശേഷം നീനാക്കുറുപ്പ് ഇയാളോട് പോയി ചോദിക്കുന്നുണ്ട്, മുഹമ്മദിന്റെ ഒപ്പം ഞങ്ങൾ നിൽക്കുമായിരുന്നല്ലോ എന്ന് പറയുന്ന, അതും ഇയാൾ ഈ ഓഡിയോയിൽ എന്നോട് പറയുന്നുണ്ട്. വരുത്തി തീർക്കാനുള്ള ശ്രമം തന്നെയാണ്. അതിന്റെ തെളിവുകൾ എവിടെ ഉണ്ടോ? CCTV ഓഡിയോയിലോ? അതിന്റെ തെളിവ് അയാൾ തന്നെ മീറ്റിംഗിൽ സംസാരിക്കുന്നത്, എല്ലാ മീറ്റിംഗിലും റെക്കോർഡ് കാണല്ലോ, ഇയാൾ തന്നെ മീറ്റിംഗിൽ സംസാരിക്കുന്നത് ഫുൾ റെക്കോർഡിംഗ് അവിടെ ഉണ്ട്, അവിടെ പരിശോധിച്ചാൽ അതിൽ കിട്ടുമല്ലോ. പിന്നീട് ഈ കഥ പറഞ്ഞു, ആ മീറ്റിംഗ് പിരിഞ്ഞു, എൻ്റെ ഈ നടപടി റദ്ദാക്കി എന്ന് പറഞ്ഞുള്ളൊരു പ്രസ് മീറ്റ് അല്ലാതെ അതിനുശേഷം ഈ കഥയ്ക്കെതിരെയോ ഈ കഥ പറഞ്ഞ കുക്കു പരമേശ്വരൻ ഉൾപ്പെടെ ഇപ്പോൾ ഡെയിലി ഓഫീസിൽ പോകുന്നുണ്ട്.
അല്ലാതെ പ്രത്യേകിച്ച് നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. ഈ പോലീസ് ഇപ്പോൾ പരാതി കൊടുക്കാൻ കാരണം ഈ വിഷയം അമ്മയിൽ ഇതിന് പിറകെ നീതി ലഭിച്ചില്ലെന്നുള്ളതാണ്. പിറകെ എന്നെ ജീവിക്കാൻ സമ്മതിക്കാത്ത വിധത്തിൽ വീണ്ടും പരാതികൾ വരുമ്പം ഞാൻ തന്നെ സംസാരിക്കണമല്ലോ, ഞാൻ നടിയല്ലല്ലോ. ഈ ഭീഷണിപ്പെടുത്തുന്ന